നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ ജോലിയും നമ്മുടെ ഗ്രഹനിലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. കാരണം ഈ കാലഘട്ടത്തിൽ യുവാക്കളുടെ ഒരു വലിയ സ്വപ്നമാണ് സർക്കാർ ജോലി. അവരുടെ ആദ്യകാലങ്ങൾ മുഴുവനും ഈ ഒരു ജോലി മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. രക്ഷിതാക്കളും കുട്ടികളുമെല്ലാം ഒരേ താല്പര്യത്തോടു കൂടി സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി വളരെ ശക്തമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവരെ സമയം, പഠിക്കാനുള്ള സമയങ്ങളും ട്യൂഷന് പോയിട്ടും എന്നും എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മുഴുവനും പ്രയോജനപ്പെടുത്തി എങ്ങനെയെങ്കിലും സർക്കാർ ജോലി കിട്ടണം. അതിനുവേണ്ടി ഒരുപാട് പണം ചിലവാക്കുവാൻ രക്ഷിതാക്കളും തയ്യാറാണ്. കാരണം ഈ ജോലി വളരെ വിരളമായി കിട്ടുന്നതായതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാർക്കൊക്കെ ഈ കല്യാണ കാര്യത്തിൽ പോലും സർക്കാർ ജോലി കിട്ടാത്തത് കൊണ്ട് പ്രശ്നമുണ്ടാകുന്നുണ്ട്. ഇത് രക്ഷിതാക്കന്മാർക്കും വലിയ ഒരു വിഷമത ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ചിട്ടും ചില രക്ഷിതാക്കന്മാർ ജ്യോതിഷികളെ സമീപിക്കാറുണ്ട്. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടോ, അതിനുള്ള യോഗങ്ങളുണ്ടോ, ഗ്രഹനിലകൾ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി ജ്യോതിഷികളെ സമീപിക്കാറുണ്ട്. ജ്യോതിഷികൾ അവർക്ക് ഈ ഓരോ വ്യക്തിയുടെ ജാതകത്തെ പഠിച്ചിട്ട് അതിൻ്റെ സാധ്യതകൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം സർക്കാർ ജോലിക്ക് അനുയോജ്യമായി നിൽക്കുന്ന ചില ഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങളുണ്ട്. സർക്കാർ ജോലിക്ക് അനുയോജ്യമായ രാശികളുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളുടെ യോഗങ്ങളുണ്ട്. ഇതെല്ലാം നോക്കിക്കൊണ്ടാണ് ജ്യോതിഷികൾ ഈ കുട്ടിക്ക് സർക്കാർ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് പറയുന്നത്. കാരണം അത് നമുക്ക് അപഗ്രഥിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഒരു സർക്കാർ ജോലിക്ക് ആവശ്യമായ ക്വാളിറ്റീസ്, പലതരം വിഭിന്നമായ ജോലികളാണ് സർക്കാർ തലത്തിലുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള ഗ്രഹങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി സർക്കാർ ജോലിക്ക് അനുകൂലമായ ഗ്രഹം നമ്മുടെ സൂര്യനാണ്. സൂര്യൻ്റെ നിയന്ത്രണം ആണ് ഏറ്റവും പ്രധാനം. രാജാവാണ്. ഈ വേദിക് അസ്ട്രോളജിയിൽ സൂര്യൻ്റെ സ്ഥാനം രാജാവിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ സൂര്യന് ബലവാനാണെങ്കിൽ, സൂര്യൻ ബലവാനായിട്ട് അതിനനുസരിച്ച് ഉള്ള സ്ഥാനങ്ങളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ജോലി പറയാം. അത് ആ പ്രഡിക്ഷനിൽ എപ്പോഴും ലഗ്നം നോക്കണം. അതുപോലെ തന്നെ 10ാം ഭാവം ശ്രദ്ധിക്കണം, 6ാം ഭാവം ശ്രദ്ധിക്കണം, 11ാം ഭാവം ശ്രദ്ധിക്കണം. ഇതൊക്കെ ചേർത്തിട്ട് പരസ്പരം ഉള്ള ബന്ധം, അത് ആ ഗ്രഹങ്ങളുടെ ശക്തി, ഇതൊക്കെ നോക്കിയാണ് സർക്കാർ ജോലിക്ക് സാധ്യതയുണ്ടോ എന്ന് പറയുന്നത്. സൂര്യൻ ബലവാനാണെങ്കിൽ നമുക്ക് ഒരു ഘടകമാണത്, സർക്കാർ ജോലിക്ക് സാധ്യതയുള്ള ഒരു ഘടകം. മറ്റൊന്ന് ചന്ദ്രനാണ്. ചന്ദ്രൻ സൂര്യനെ പോലെ തന്നെ 6 രാശികളുടെ ഉടമയാണ്, മനസ്സിൻ്റെ കാരകനാണ്. മനസ്സ് ശക്തിയില്ലെങ്കിൽ ഒരു കാര്യവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. ഒന്ന് സൂര്യൻ ആത്മകാരകനാണ്, മറ്റത് മനസ്സിൻ്റെ കാരകനാണ്. ഈ 2 ഗ്രഹങ്ങളുടെയും
ഒരു ചേർച്ച സർക്കാർ ജോലിക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കും. ചന്ദ്രൻ ഇടവത്തിൽ ഉച്ചനാണ്. ആ ഇടവൻ രാശിയിൽ ചന്ദ്രൻ 10ാം ഭാവമായി നിൽക്കുകയാണെങ്കിൽ, 10ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് സർക്കാർ ജോലികൾ, തുല്യമായ ജോലികൾ പറയാം എന്നാണ് നാം വിശ്വസിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രഹം ശനിയാണ്. ശനി ആസിറ്റീസ് നിങ്ങൾക്കറിയാം, അത് കർമ്മത്തിൻ്റെ കാരകനാണ്. കാലപുരുഷന്റെ 10ാം ഭാവം, കർമ്മഭാവം, അത് ഭരിക്കുന്നത് ശനിയാണ്. ആ കർമ്മത്തിൻ്റെ ഫലം തരുന്നതും ശനിയാണ്, 11ാം ഭാവം. അപ്പോൾ ശനിക്ക് ഇവിടെ ഒരു വലിയ സ്ഥാനമുണ്ട്. മാത്രമല്ല സൂര്യൻ രാജാവാണെങ്കിൽ ജനങ്ങളാണ് ശനി. അപ്പോൾ ശനി ഒരു മാസിൻ്റെ ഉത്തരവാദിത്വമുള്ള ആളാണ്. ശനിക്ക് അനുയോജ്യമായ ജോലികൾ, ശനിക്ക് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ അനുയോജ്യമായിട്ടുള്ള ജോലികളുണ്ട്. അതിൽ ശനിക്ക് അനുയോജ്യമായ ജോലികൾ ഈ ഡിസിപ്ലിനും അങ്ങനെയുള്ള മേഖലകളാണ് ശനിക്ക് ഏറ്റവും അനുയോജ്യമായത്. സേവനം, ഹാർഡ് വർക്ക്, ഇങ്ങനെയുള്ള പല മേഖലകളും ശനിക്ക് അനുയോജ്യമാണ്, സാധാരണക്കാരനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകൾ. അപ്പോൾ ഈ ജാതകത്തിൽ പരിശോധിച്ചിട്ട് ശനിയുടെ ബലവും സ്ഥാനവും നോക്കിയിട്ടും നമുക്ക് സാധ്യതകൾ, സർക്കാർ ജോലിയുടെ സാധ്യതകൾ പറയാം. ശനിക്ക് ലഗ്നമായിട്ടും 10ാം ഭാവമായിട്ടും എല്ലാം ഉള്ള ബന്ധങ്ങളെ ഇവിടെ പരിഗണിക്കണം. പിന്നെ വരുന്നത് കുജനാണ്. ഈ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മാർഷൽ ആർട്സിൻ്റെ ഒക്കെ ആളാണ് കുജൻ. കാരണം ഈ രാശിചക്രത്തിൽ ഈ യുദ്ധ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് കുജനാണ്. കുജൻ ധൈര്യത്തിൻ്റെയും സ്ഥിര ഉത്സാഹത്തിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ കാരകത്വമുള്ള ഗ്രഹമാണ്. കുജൻ ബലവാനായാൽ എപ്പോഴും ഈ ആർമി, എയർഫോഴ്സ്, നേവി അല്ലെങ്കിൽ പോലീസ് അങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ നല്ല ബലം നോക്കിയിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള ജോലിയായിരിക്കും ഈ വ്യക്തിക്ക് അനുയോജ്യമായി വരിക എന്ന് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ബലം, സ്ഥാനമൊക്കെ നോക്കിയിട്ടാണ്. കാരണം കുജൻ ഏറ്റവും ഉച്ചത്തിൽ വരുന്നത് മകരം രാശിയിലാണ്. പിന്നെ സ്വക്ഷേത്രമായി വരുന്നത് മേടം, അതുപോലെ തന്നെ വൃശ്ചികം. ഈ രാശികളിലൊക്കെ നിൽക്കുന്ന കുജൻ ബലവാനായിരിക്കും. അപ്പോൾ കുജന് അനുയോജ്യമായ ജോലികൾ, അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. വലിയ ജോലികൾ വരുന്നുണ്ട്. ഈ ആർമിയിലൊക്കെയുള്ള വലിയ ഓഫീസേഴ്സ്, പോലീസിലെ ഹൈ റാങ്കിങ് ഓഫീസേഴ്സ്, ഇതൊക്കെ വരും. അതിൻ്റെ ബലത്തിൻ്റെ ആ ഒരു ശക്തിക്കനുസരിച്ച് ജോലിയുടെ ഘടനയും മാറും. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് വ്യാഴം, ജൂപ്പിറ്റർ. വിദ്യാകാരകനാണ്, ധനകാരകനാണ്, ഭാഗ്യത്തിൻ്റെ അധിപതിയാണ്. അപ്പോൾ ജൂപ്പിറ്ററിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ജോലി സാധ്യതകളുണ്ടാകും. വ്യാഴവും ചന്ദ്രനും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു യോഗം, അത് ഗജകേസരി യോഗം എന്നാണ് പറയുക. ഈ ഗജകേസരി യോഗമുള്ള വ്യക്തികൾക്ക് വലിയ വലിയ സ്ഥാപനങ്ങളിൽ ജോലി, അല്ലെങ്കിൽ രാജതുല്യമായ ജോലികൾ, ഇതൊക്കെ പറയും. അപ്പോൾ ജൂപ്പിറ്ററിൻ്റെ പ്രാധാന്യം. അത് കഴിഞ്ഞാൽ വരുന്നത് ശുക്രനാണ്. ശുക്രൻ കലാപരമായ രംഗങ്ങളിൽ, ഗവൺമെൻറ്റിൻ്റെ അങ്ങനെയുള്ള പല മേഖലകളുമുണ്ട്. അതിലൊക്കെ ഉയർന്ന സ്ഥാനവും അല്ലെങ്കിൽ അതിന് മിതമായിട്ടുള്ള ഓരോ ജോലികളുണ്ട്. അതിന് അത്തരം ജോലികളൊക്കെ കിട്ടും. കൂടാതെ ഈ വീനസ്, ശുക്രൻ
നമുക്ക് വിദേശത്ത് IFS ഫോറിൻ സർവീസിലൊക്കെ ജോലി പ്രതീക്ഷിക്കുമ്പോൾ ഈ ഈ വീനസിൻ്റെ ശക്തി കൂടി, ശുക്രൻ്റെ ശക്തി കൂടി നമ്മൾ പരിഗണിക്കണം. കാരണം ഈ അഡ്മിനിസ്ട്രേഷൻ, നെഗോസിയേഷൻ, ആൾക്കാരായിട്ട് ആകർഷിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ശുക്രനാണുള്ളത്. ആക്സെപ്റ്റബിൾ ആയിരിക്കും ശുക്രൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പെരുമാറ്റങ്ങളൊക്കെ. അവർക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ ആൾക്കാരെ വശീകരിക്കാനുള്ള കഴിവുണ്ടാകും. ഫോറിൻ സർവീസിലൊക്കെ ഇത്തരം ആൾക്കാർക്ക് നല്ല സാധ്യതകൾ ഉണ്ടാകും. നമ്മൾ പരിശോധിക്കുമ്പോൾ IFSൻ്റെയൊക്കെ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരാൾ വളരെയധികം കഴിവുണ്ട്, ആ മേഖല നോക്കണം. ആരാണ് ഇതിൽ ഏറ്റവും പവർഫുൾ? IASൻ്റെ പവർഫുള്ളായി വരണമെങ്കിൽ അവിടെ സൂര്യൻ ബലവാനായിരിക്കണം, വളരെ ശക്തനായിരിക്കണം. ഒപ്പം തന്നെ വ്യാഴം സപ്പോർട്ട് ചെയ്യണം. കാരണം IASൻ്റെത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് കൂടിയാണ്. നിയന്ത്രിക്കണ്ടേ, നമുക്ക് വളരെ സാധാരണക്കാരനൊക്കെ നിയന്ത്രിക്കണം. പാലകന്മാരാണ് അവർ. അപ്പോൾ സൂര്യൻ്റെ കൂടെ തന്നെ ഈ വ്യാഴവും സപ്പോർട്ട് ചെയ്യണം. അത് കർമ്മസ്ഥാനം അല്ലെങ്കിൽ 6ാം ഭാവം. 6ാം ഭാവം എപ്പോഴും നമ്മുടെ സേവനത്തിൻ്റെ ഭാവമാണത്. അങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ നമ്മൾ തട്ടിച്ച് നോക്കിയിട്ടാണ് അനുയോജ്യമായ പ്രൊഫഷൻ ഏതാണെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് ബുധനാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ്. അക്കൗണ്ടിങ് അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ, ഇത്തരം രംഗങ്ങൾ, അതൊക്കെ വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടുന്ന, സർക്കാർ ജോലി കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി കിട്ടണമെങ്കിൽ ബുധൻ്റെ ശക്തി നമ്മൾ പരിശോധിക്കണം. മറ്റൊരു ഘടകം എന്ന് വെച്ചാൽ രാഹുകേതുക്കളൊക്കെ ഉണ്ട്. രാഹുകേതുക്കളൊക്കെ ഈ ഗ്രഹങ്ങളുടെ ശക്തിക്ക് അനുയോജ്യമായിട്ട് നമുക്ക് വിശകലനം ചെയ്യാനുള്ളതാണ്. രാഹുവും കേതുവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അത്രയും നമ്മൾ വിശാലമായി പോയാൽ സമയം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് രാഹുകേതുക്കളെയൊന്നും നമ്മൾ ടച്ച് ചെയ്യാത്തത്. അവരും ഈ വലിയ സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളാണ്. ഇനി നമ്മൾ ഈ സർക്കാർ ജോലിയിൽ ഞാൻ പറഞ്ഞില്ലേ, IAS ഒക്കെ കിട്ടണമെങ്കിൽ സൂര്യനും വ്യാഴവും ബലവാന്മാരായിരിക്കണം. എന്നാലാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഈ സൂര്യനും വ്യാഴവും ചേർന്നൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ടാവും. അതും ഇത്തരം ജോലികൾക്ക് യോജിച്ചതാണ്. മറ്റൊരു IPS, അവിടെ നമുക്ക് സൂര്യൻ്റെ ഒപ്പം തന്നെ മാഴ്സ്, IPS അങ്ങനെയുള്ള ജോലിയൊക്കെ, പട്ടാളത്തിൽ അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ IPS അത്തരം ജോലികൾക്കൊക്കെ ബുധനാണ് ഏറ്റവും അനുയോജ്യമായിട്ട് നിൽക്കുന്ന ഗ്രഹം. പിന്നെ ശനി ഇതൊക്കെ ആണെങ്കിലും ശനി ഏറ്റവും നല്ല ജോലികൾ, വലിയ നീതിജ്ഞന്മാരുടെ മായി ബന്ധപ്പെട്ട ജോലികൾക്കും ശനിയെയാണ് നമ്മൾ സാധാരണയായി പരിശോധിക്കുക. സുപ്രീം കോടതി ജഡ്ജിമാർ, വലിയ അഡ്വക്കേറ്റ്സ്, ഇവരൊക്കെ ശനിയുമായി ബന്ധപ്പെട്ടവരായിരിക്കും. ശനിയുടെ കർമ്മസ്ഥാനം 10ൽ നിൽക്കുന്ന ശനി, അല്ലെങ്കിൽ തുലാത്തിൽ നിൽക്കുന്ന ശനി, അല്ലെങ്കിൽ സ്വക്ഷേത്രങ്ങളായ മകരം, കുംഭം രാശികളിൽ നിൽക്കുന്ന ശനി, അത് 10ാം ഭാവമായിട്ടുള്ള ബന്ധം, ലഗ്നവുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് ഈ ഇത്തരം ശനി ബലവാന്മാരായ ആൾക്കാർക്ക് കിട്ടാവുന്ന വലിയ സർക്കാർ ജോലികളെ പറ്റി നമുക്ക് പ്രവചിക്കാൻ സാധിക്കുക. ഇനി ഈ യോഗങ്ങളൊക്കെ നമുക്കുണ്ടായാലും അതിനും ഒരു സമയമുണ്ട്. നമുക്ക് ജോലി കിട്ടേണ്ട ഇപ്പോൾ ഒരു ഏജ് ലിമിറ്റ് എല്ലാ കാര്യത്തിനും ഉണ്ടല്ലോ. അപ്പോൾ ആ ഏജ് ലിമിറ്റിൽ തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള ദശാകാലങ്ങൾ വരണം.
അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റുകയുള്ളൂ. അതുകൂടി നമ്മൾ പ്രവചനത്തിൽ പരിശോധിക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ പരിശോധിച്ചിട്ട് ഗ്രഹനിലയൊക്കെ അനുയോജ്യമാണെങ്കിൽ ജ്യോതിഷികൾക്ക് സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യത ഉപദേശിക്കാം. ഒപ്പം തന്നെ എനിക്കത് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാർക്കുകൾ നമുക്ക് എക്സ്ട്രാ കിട്ടും. ഈ എക്സാമിനേഷൻസിനൊക്കെ പ്രത്യേകതരം ചില ടാലൻസ് ഒക്കെ കാണിച്ചാൽ അത് മാത്രമല്ല, നമ്മളെ പഠന കാര്യത്തിലും നമുക്ക് ആരോഗ്യം, കോൺസെൻട്രേഷൻ, വ്യക്തിത്വം ഇതൊക്കെ ഉണ്ടാക്കുന്ന പല മാർഷൽ ആർട്സുകളുണ്ട്. അത്തരം ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് നമ്മൾ പരിശീലിക്കണം. വലിയ ജോലികൾക്കൊക്കെ അത് നിർബന്ധമാണ്. നമ്മളെ ഹെൽത്ത്, നമ്മളെ മനസ്സ്, നമ്മളെ ആരോഗ്യം, ആ ശക്തി ഇതൊക്കെ നമുക്കുണ്ടാക്കി തരുന്ന ഏതെങ്കിലും, ഇപ്പോൾ പലതരത്തിലുള്ള ഈ മാർഷൽ ആർട്സുകളും ഇന്ന് ഉണ്ട്. പക്ഷെ എൻ്റെ വ്യക്തിപരമായിട്ട് നമ്മളെ കേരളീയർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കല, ഒരു മാർഷൽ ആർട്ട് എന്ന് പറയുന്നത് കളരിപ്പയറ്റാണ്. വളരെ നല്ല ഒരു മാർഷൽ ആർട്ടാണ് കളരിപ്പയറ്റ്. കേരളക്കാർക്ക് പരശുരാമൻ്റെ ഒരു സംഭാവനയാണിത്. അത് അവിടെ ഭക്തിയുണ്ട്, ഗുരുത്വമുണ്ട്, സ്ഥിരോത്സാഹമുണ്ട്, ഇതൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു മാർഷൽ ആർട്ടാണ്. കളരിപ്പയറ്റാണ്. കളരി അതൊരു പരിശുദ്ധമായ സ്ഥലമായിട്ടാണ് കാണുന്നത്. ഈ ആർട്ട് പരിശീലിക്കുന്ന സ്ഥലം പരിശുദ്ധമായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ എപ്പോഴും പ്രാർത്ഥന കഴിഞ്ഞിട്ടേ എല്ലാ കാര്യങ്ങളും തുടങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ ഗുരുവന്ദനം ഇതൊക്കെ അവിടെയുണ്ട്. ഒപ്പം തന്നെ മാർഷൽ ആർട്സ്, പലതരത്തിലുള്ള വ്യായാമങ്ങൾ നമുക്ക് ഈ ഒരു കളരിപ്പയറ്റിൽ കൂടി കിട്ടുന്നുണ്ട്. അത് നമുക്ക് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാക്കി തരും, നല്ല അഭിമാനം ഉണ്ടാക്കി തരും, നല്ല ചിന്താഗതി ഉണ്ടാക്കി തരും, നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കി തരും. ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു നല്ല വ്യായാമമാണ് കളരിപ്പയറ്റ്. അതിൻ്റെ കൂടെ തന്നെ കളരിപ്പയറ്റിൻ്റെ കൂടി ഉഴിച്ചൽ എന്ന് പറയുന്ന ഒരു പരിപാടി കൂടിയുണ്ട്. അത് മസാജിങ് എന്ന് പറയുന്ന, ഇന്ന് അതിന് മസാജിങ് എന്ന് പറയും. പക്ഷെ പഴയ ഉഴിച്ചിൽ, അത് കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ ചെയ്യുന്ന ഉഴിച്ചിലൊക്കെ ഉണ്ട്. അത് നമ്മൾ സന്ധികളെയൊക്കെ വളരെയധികം ശക്തിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് മനസ്സിന് ഒരുപാട് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും ഇത്തരം വ്യായാമങ്ങൾ ചെയ്താൽ. അതുപോലെ തന്നെ കരാട്ടയുണ്ട്. ഓരോ ജോലി നമുക്ക് അനുയോജ്യമായിട്ട് വരുന്ന, ഗ്രഹനിലയിൽ അനുയോജ്യമായിട്ട് വരുന്ന ജോലികൾക്ക് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാർഷൽ ആർട്സുകളൊക്കെ നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. ഈ സ്വിമ്മിങ് പഠിക്കുക, അതുപോലെ തന്നെ ആർച്ചറി, ഇങ്ങനെയുള്ള ഓരോ ഫീൽഡുകളുണ്ട്. അത് നിങ്ങൾക്ക് മാർക്കും കിട്ടും. എക്സാമിനേഷന് ഈ കോമ്പറ്റീഷനുള്ള എക്സാമിനേഷനൊക്കെ ഇതിനൊരു എക്സ്ട്രാ മാർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുക, ഇതൊക്കെ നല്ലതാണ്. ഇത് നമുക്ക് ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ ഡെവലപ്മെൻറ്റും ഉണ്ടാക്കിത്തരും. പിന്നെ നമുക്ക് ചില പ്രാർത്ഥനകൾ, ഈ കളരിപ്പയറ്റുള്ളവർക്ക് പ്രത്യേക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കളരിപ്പയറ്റിൽ തന്നെ ഉണ്ടാവും. അത് കളരിപ്പയറ്റിൻ്റെ മെയിനായിട്ടുള്ള ദേവത ഭഗവതിയാണ്. അപ്പോൾ ഭഗവതി പൂജ നടത്തിയിട്ട് പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ദൈവങ്ങൾ ആരാധിച്ചുകൊണ്ടാണ് പോകേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ദക്ഷിണാമൂർത്തി, ദ സുപ്രീം ടീച്ചർ എന്നാ പറയുക. ശിവന്റെ ഒരു വലിയ അവതാരമാണ് ദക്ഷിണാമൂർത്തി. ആ ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുക. എടപ്പാൾ ഒരു അമ്പലമുണ്ട്, ദക്ഷിണാമൂർത്തി ക്ഷേത്രമുണ്ട്. അവിടെയൊക്കെ പോയിട്ട് പ്രാർത്ഥനയെല്ലാം നടത്തുന്നതൊക്കെ ഈ ഗവൺമെൻറ് ജോബ് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുയോജ്യമാണ്, ഗുണകരമാണ്. ഇത്തരം പ്രാക്ടീസുകൾ ചെയ്യണം. നമ്മൾ വെറുതെ കുറേ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് മാത്രമായില്ല. നമുക്ക് നോളജ് എന്ന് പറഞ്ഞാൽ അത് വായന പോലെ തന്നെയാണ് മാർഷൽ ആർട്സും. റീഡിങ് ടു ദ മൈൻഡ് വാട്ട്
എക്സസൈസ് ടു ദ ബോഡി എന്നാണ് പറയുന്നത്. രണ്ടും കൂടി ചേർന്നാലാണ് ഇങ്ങനെയുള്ള വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പോകാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുമുള്ള ധൈര്യവും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, വ്യായാമം ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ സർക്കാർ ജോലിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൊത്തത്തിൽ നമ്മുടെ ഈ യുവതലമുറ ബുദ്ധിപരമായിട്ടൊക്കെ വളരെ മുന്നിലാണ്. അതിനൊരു കോർഡിനേഷൻ, അവർക്കൊരു ഗൈഡൻസ് കിട്ടിയാൽ അവർക്ക് ഏത് തരത്തിലേക്കും അവരെ കൊണ്ടുപോകാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാം എൻ്റെ നമസ്കാരം.